അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നൂറ്റി 151 ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്ന ഏതിന് ഉദാഹരണമാണ്? ഏതാ വരിക? ഓപ്ഷൻ ബി വരും അല്ലെ. എന്താണ്? ഓപ്ഷൻ ബി ആണ് മുഖ്യ സവിശേഷകം അല്ലെ, കാർഡിനൽ ട്രൈറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാൻ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരിൽ വൃത്തികേടാക്കില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമയോചന തന്ത്രമാണ് അധ്യാപക ഉപയോഗപ്പെടുത്തിയത്? ഏതാണ്? 152 ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താണ്? ഉദാത്തീകരണം അല്ലെ, സബ്ലിമേഷൻ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരിക, ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഇവിടെ ബി എഡുകാർക്കും കൂടെ ചേർത്തിട്ടാണ് അവിടെ ഇംഗ്ലീഷിന്റെ ടേംസ് അവിടെ കയറ്റിയിരിക്കുന്നത് അല്ലെ. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുകയാണെങ്കിൽ അവ എന്താണ്? അത് എന്താണ് പറഞ്ഞേ. 153 ചോദ്യം. എല്ലാരും കമന്റ് ഇടുക കേട്ടോ, ഒന്ന് ലൈക്ക് ഇട്ടേ. ഏതാ വരിക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ വരിക? ഓപ്ഷൻ എ പോസിറ്റീവ് റെയിൻഫോഴ്സർ ആണ് വരിക. ഓപ്ഷൻ എന്താണ്? ധനപ്രബലകമാണ്. ക്ലിയർ ആണോ? നൂറ്റി 54 ചോദ്യം. 54 ചോദ്യം എന്താ നോക്കാം നമുക്ക്. എന്താണ്? അഹവും സെൽഫ് ആദർശകമായ അഹവും തമ്മിലെ പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത് ആരാണ് മക്കളെ? ആരാണ്? ഓപ്ഷൻ ബി ആണ്, കാൾ റോബേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ്, കാൾ റോബേഴ്സ് ആണ് കേട്ടോ. അടുത്തത് കൊടുത്ത കണ്ടെത്തൽ പഠനം. കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവരിൽ ആരുടെ സംഭാവനയാണ്? ആരുടെ സംഭാവനയാണ്? കണ്ടെത്തൽ പഠനം ആരുടെ സംഭാവനയാണ്? ജെറോമസ് ബ്രൂണർ ആണ് അല്ലെ. ഏതാണ്? ബ്രൂണർ ആണ്. ക്ലിയർ ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്പീഡ് വേണ്ട പറയുന്നു, സ്പീഡ് ആക്കാൻ പറയുന്നു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തന്നാൽ മതി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഏതാ വരിക? 156 ആൻസർ ഏതാ വരിക? 156. സ്പീഡ് വേണം പറയുന്നു. നിരീക്ഷണ പഠനം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നിരീക്ഷണ പഠനം. ക്ലിയർ ആണോ? പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തി ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി വരുമോ? ഓപ്ഷൻ ബി ആണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ല വരിക. ഓപ്ഷൻ ബി ആണ് വരിക, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് ആൻസർ വരിക. ദെൻ പഠനം നടക്കുന്ന ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് അല്ലെ. ഏതാ വരിക? ഗസ്റ്റാർട്ട് മനഃശാസ്ത്രമാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്ത് സംഭവിക്കും? ബുദ്ധിമാനം കുറയുന്നു. എന്താണ്? കുറയുന്നു. ഓപ്ഷൻ സി ആണ് വരിക, കുറയുന്നു. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി വരും, സ്ഥിരത. എന്താണ്? ഓപ്ഷൻ ഡി വരും, സ്ഥിരത. സാക്ഷരത സാക്ഷാത്കര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഇത് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു തന്നൂടെ? എന്റെ അവസ്ഥ എന്താണ്? കോൾബർഗ് ആണ്. ഓപ്ഷൻ ബി ആണ്, ലോറൻസ് കോൾബർഗ് ആണ് കേട്ടോ.
ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആ വരിക. സുഗച്ചയുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ എ ആണ് വരിക. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ്? നൂറ്റി 161 ആൻസർ തെറ്റുണ്ടോ? ഒരു മിനിറ്റ് നോക്കട്ടെ. 161. ഓക്കെ മാസ്റ്റർ ആണോ? അബ്രഹാം മാസ്റ്റർ ആണ് ആൻസർ വരിക. ഒരു മിനിറ്റ് ഇട്ട് നോക്കട്ടെ. ഓപ്ഷൻ സി ആണ് കേട്ടോ. അബ്രഹാം മാസ്റ്റർ ആണ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഒന്ന് ക്ലിയർ ആക്കി പഠിക്കുക. മാസ്കോ അല്ലെ? സെൽഫ് ആക്ച്വലൈസേഷൻ മാസ്കോ അല്ലെ വരിക? ഓക്കെ ഒന്ന് ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. 163 ചോദ്യം നോക്കിയേ. ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തന്നു. നൂറ്റി 163. എടാ മക്കളെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തന്നു കേട്ടോ. ഓപ്ഷൻ 4 പറയാം. ഡി ഇതിൽ ഓപ്ഷൻ പറയാം. വൈവിധ്യമുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ആൻസർ ഡി ഓപ്ഷൻ പറയാം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മയേക്കാൾ ദീർഘകാല ഓർമ്മകൾ സൂക്ഷിക്കുന്നത് അപര്യാപ്തമാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 163 കേട്ടോ. 164. പ്രൈമറി ക്ലാസ്സുകൾ പഠനം എങ്ങനെയായിരിക്കണം എന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? 164 ചോദ്യം. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ? കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. ക്ലിയർ ആണോ? അങ്ങനെ 165 ചോദ്യം. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. വൈഗോട്സ്കി അല്ലെ വരിക? ഓപ്ഷൻ സി ആണ് വരിക. അത് വളരെ നല്ല കാര്യം. അമ്മായിയമ്മയെ പണിയെടുത്തിട്ട്. ക്ലിയർ ആണോ? ഒരു മിനിറ്റ്. ആൽബർട്ട് ബന്ദൂര വരില്ലേ? ഒരു മിനിറ്റ് ക്ഷമിക്കുക. ആൽബർട്ട് ബന്ദൂരിയാണ് ആൻസർ കേട്ടോ. ആൽബർട്ട് ബന്ദൂരിയാണ് ആൻസർ. എന്താണ്? ആൽബർട്ട് ബന്ദൂരിയാണ് ആൻസർ. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം അല്ലെ? ആൽബർട്ട് ബന്ദൂരിയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? സാമൂഹിക പഠനം അല്ലെ? ആൽബർട്ട് ബന്ദൂര കേട്ടോ. എറിക് എറിക്സന്റെ സാമൂഹ്യ വികാസനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഘട്ടകമാണ് സന്നദ്ധ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നത് തടസ്സം നിൽക്കുന്നത് എന്താണ്? സാമൂഹ്യ കഞ്ചനപ്പെടാനാണ് അല്ലെ? വൈഗോട്സ്കി. ക്ലിയർ. ഓക്കെ പഠനമാണെങ്കിൽ ആൽബർട്ട് ബന്ദൂര. ക്ലിയർ ആണ്. ഓക്കെ. ഓപ്ഷനോ? ഓപ്ഷൻ കാണിച്ചു തന്നില്ല. ക്ഷമിക്കുക കേട്ടാ. ഓപ്ഷൻ നോക്കിയേ. ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കുകയായിരുന്നു. ക്ലിയർ ആക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ലൈവ് കഴിഞ്ഞിട്ട് കമന്റ് ആയി ഇടുക. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 66 ഡി അല്ലേ വരിക? ക്ലാസ്സുകൾ തന്നെ കൂടുതൽ സമയമെടുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ.
കുട്ടി തന്റെ മുന്നറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്ന പിയാഷെയിൽ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നതിൽ ഏതാണ് പദം? എഡ്യൂക്കേഷൻ കമ്മീഷൻ തരുന്നുണ്ട് കേട്ടോ അപർണ. എഡ്യൂക്കേഷൻ കമ്മീഷൻ മാരത്തോണിൽ കൂടെ തരുന്നുണ്ട്. സ്വാംശീകരണമാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. നിങ്ങൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഒരു മിനിറ്റ്. നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്ന ഏതിനായിരിക്കും? ഏതാ വരിക? 168 ആൻസർ. ഓപ്ഷൻ ഏത് വരിക? 168. ഓപ്ഷൻ ബി വരുമോ? ഓപ്ഷൻ ബി ആണല്ലേ. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. ഓപ്ഷൻ ബി ആണ് വരിക. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്? നൂറ്റി 169. ബിനേൻ, ആൽഫ്രഡ് ബിനെ ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിരിക്കുന്ന സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? നൂറ്റി 170. ആൻസർ ഏതാ വരിക? കുട്ടികളുടെ ക്ഷേമത്തിനോടൊപ്പം അധ്യാപകരുടെ ക്ഷേമം പരിഗണിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരിക. ഡോഗ് ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് വരിക. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നൂറ്റി 171. 171 ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഹൊവാർഡ് ആണ് ആൻസർ അല്ലെ. ഓപ്ഷൻ സി ആണ്. ഹൊവാർഡ് ഗാർഡർ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? ടിക്ക് ചെയ്ത് നിങ്ങളുടെ സമയം പോകും മക്കൾ. അതുകൊണ്ടാണ് എനിക്ക് സമയം കളയാൻ ഒട്ടും താല്പര്യമില്ല. എന്റെ പാട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് സമയം കളയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞു പോകുന്നുണ്ടല്ലോ ആൻസർ. ഏതാ വരിക? ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക. കാരണം എന്താണ്? പിന്നെ ഞാൻ വായിച്ച നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിക്കുക കേട്ടോ. 172 ആൻസർ ഏതാ വരിക? അനുയോജ്യമായ ഉദാഹരണങ്ങളൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. ഓപ്ഷൻ കഴിയാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്രജ്ഞൻ ആര്? നോം ചോസ്കി. ആരാണ്? ഓപ്ഷൻ സി നോം ചോസ്കി ആണ് കേട്ടോ. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? നൂറ്റി 174 ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ വരികയോ? ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുക. ഓപ്ഷൻ എ അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ശരി ഉത്തരങ്ങളെ കുട്ടിയെ നയിക്കുക. അനുയോജ്യമല്ലാത്ത കൈത്താങ് സ്കഫോൾഡിംഗ് ഏതാണ്? നൂറ്റി 175 ആൻസർ ഏതാ വരിക? നൂറ്റി 175. കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുകയാണോ അതോ കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? ഡി ആണ് വരിക അല്ലെ. ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ആൻസർ. കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെ. അടുത്ത ചോദ്യം.
അടുത്ത് പാഠ്യപദ്ധതിയിൽ ചാക്രിക ആരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ബ്രൂണർ ആണ്. ഓപ്ഷൻ ബി ബ്രൂണർ ആണ് കേട്ടോ. ദെൻ കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത്. എന്താണെന്നോ? സ്പൈറൽ കരിക്കുലം ആണ് ആൻസർ കേട്ടോ. അതിന്റെ ടേം ആണോ? 175 ഓക്കെ. അടുത്ത് 177 ആൻസർ ചെയ്താ വരാ ഓപ്ഷൻ എ വരും അല്ലെ. നിയമങ്ങൾ ലംഘിക്കുന്നു, മറ്റു കുട്ടി കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓപ്ഷൻ എ ആണ് കേട്ടോ. അല്ലാത്തതാണ് അല്ലെ. ദെൻ ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തതരമായ ജനിതക രേഖകളാണ് ഉള്ളത്. ജനിതക വേരുകളാണുള്ളത്. രണ്ട് വികാസം പ്രാപിക്കുന്ന വ്യത്യസ്ത വഴികളുടെയും സ്വതന്ത്രപരവുമാണ്. ഭാഷാ വികസനത്തെ കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? നമുക്കറിയാം ആരുടെയാണ്? ഓപ്ഷൻ ഡി വൈഗോട്സ്കി ആണ്. ഓപ്ഷൻ ഡി വൈഗോട്സ്കി ആണ് കേട്ടോ. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? 179 ആൻസർ ചെയ്താ വരിക. ബി അല്ലേ ആൻസർ വരിക. എന്താണ്? സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഏതുതരം വിലയിരുത്തലാണ് അതീത ചിന്തയുടെ സാധ്യതകൾ ഉള്ളത്? ഏതാ വരിക? 180 ചോദ്യം. ഓപ്ഷൻ സി ആണ്. വിലയിരുത്തൽ തന്നെ പഠനം. ഓപ്ഷൻ സി ആണ് ആൻസർ. വിലയിരുത്തൽ തന്നെ പഠനം. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ബി ആണ് അല്ലെ. ഏതാണ്? യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ആൻസർ. ഓക്കെ. എമിലിയുടെ കർത്താവ്. ഓപ്ഷൻ ഡി ആണ്. റൂസോ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. ദെൻ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ പ്രൊജക്ട് ആരംഭിച്ച വർഷം? ഓ, വീണ്ടും ഡി എന്ന് കേൾക്കുന്ന പോലെ എല്ലാ ആൻസറും ഞാൻ വായിക്കുന്നല്ലോ. ഏത് വർഷമാണ്? 183 ആൻസർ ഏതാണ്? 183. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത് 1972 അല്ലേ? ഓപ്ഷൻ എ അല്ലേ ആൻസർ? ആയിരത്തി 1972. 74 എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പ്രോജക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1972 കേട്ടോ.
നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജിയാണ് കേട്ടോ. ഓപ്ഷൻ കാണിച്ചാൽ ഓപ്ഷൻ എ ഗാന്ധിജിയാണ് ആൻസർ. എന്താണ്? ഗാന്ധിജിയാണ് ആൻസർ കേട്ടോ. ജെറോം എസ് ബ്രൂണൻ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘട്ടങ്ങളിൽ പെടാത്തതേത്? ഏതാ വരെ? ഓപ്ഷൻ സി വരും അല്ലെ? ഓപ്ഷൻ സി വരും. ചിന്തന ഘട്ടമാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് വരിക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏതു മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഏതാ വരിക? ഓപ്ഷൻ ഡി ഡോഗ്. കേസ് സ്റ്റഡി ആണ്. എന്താണ്? ഡോഗ് കേസ് സ്റ്റഡി ആണ് കേട്ടോ. ഈ ഡി പറഞ്ഞ ഡോഗ് എന്ന് ഉദ്ദേശിച്ച ബി പറഞ്ഞ ബോയ് ആണ് കേട്ടോ. കുറെ പേര് ബിയും ഡിയും കൺഫ്യൂഷൻ ആവുന്നു പറഞ്ഞുകൊണ്ടാണ്. കേസ് സ്റ്റഡി ആണ് ആൻസർ. ഞാൻ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലാസ് റൂം ബോധനത്തിൽ എല്ലാം പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം കൺസെപ്റ്റ് മാപ്പ് അല്ലെ എന്ന സാങ്കേതികത വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഏതാ വരിക? നൊവാക്കാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ജോസഫ് ഡി നൊവാക്കാണ് ആൻസർ. ഓപ്ഷൻ ബി ബോയ് ട്ടോ. ദെൻ 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം എന്താണ്? 188ാമത്തെ ചോദ്യം എന്താണ്? ക്രിയാഗവേഷണം. ഓപ്ഷൻ സി ആണ് ക്രിയാഗവേഷണം. എന്താണ്? ഓപ്ഷൻ സി ക്രിയാഗവേഷണം. എറിക്സന്റെ സാമൂഹ്യ വികസന സിദ്ധാന്ത പ്രകാരം താഴെ സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നതിൽ ഏതാണ്? ഏതാണ്? ഊർജ്ജസ്വലത, അപകർഷത. ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? ആണോ? അല്ലെന്നോ? ആണല്ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉദയദിശീത ചിന്ത, റിവേഴ്സിബിലിറ്റി അല്ലെ, പകരൽ ചിന്ത തുടങ്ങിയ വികസിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏത്? ഉദയദിശീയ ചിന്ത അല്ലെങ്കിൽ പകരൽ ചിന്ത തുടങ്ങിയവ വികസിപ്പിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണ്? 190. ആൻസർ ഏതാ വരിക? 190ാമത്തെ ആൻസർ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. രൂപാത്മക മനോവ്യാപാര ഘട്ടം അല്ലെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത 191ാമത്തെ ചോദ്യം എന്താ നോക്കാം നമുക്ക്. ഗസ്റ്റാർഡ് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതാണ്? ഏതാണ് ആൻസർ? ആവർത്തനത്തിന് ഊന്നൽ കൊടുക്കലാണോ ആൻസർ വരിക? 191ാമത്തെ ആൻസർ അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ക്ലിയർ ആണോ? ദെൻ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത്? കുടുംബം അല്ലെ വരിക? ഓപ്ഷൻ സി ആണ് വരിക. കുടുംബം. ഓപ്ഷൻ സി ആണ്. പാരമ്പര്യമാണോ അവിടെ?
കുടുംബം അല്ലെ ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലേ വരിക? കുടുംബം അല്ലെ? ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സംഘടിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഒരു ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പറഞ്ഞേ. ടു ഫാക്ടറി തിയറി. ഓപ്ഷൻ ബി ആണ് അല്ലെ? ദ്വിഘടക സിദ്ധാന്തം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. ദേശീയ അധ്യാപക ദിനം എപ്പോഴാണ്? നമുക്കറിയാം, സെപ്റ്റംബർ 5. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? ഒന്ന് വെള്ളം. അബ്രഹാം മോസ്ലെയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് 195. ഏതാ ആൻസർ വരിക? 195 ഏതാ ആൻസർ വരിക? പറഞ്ഞേ. ഓപ്ഷൻ ഡി വരുവോ? സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. പഠനം എന്ന സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങൾ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിന് വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് 196. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അല്ലെ? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? ഓപ്ഷൻ സി ആണ് വരിക. ദെൻ കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഈ പ്രസ്താവന താഴെ പറഞ്ഞ ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 97. ഉദാത്തീകരണം അല്ലെ? സബ്ലിമേഷൻ അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ട താല്പര്യം ശ്രദ്ധയും നൽകാതിരിക്കുന്ന കർത്തൃകൃത കൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആ വരെ അല്ലെ? എന്താണ്? നെഗ്ലിജന്റ് പാരന്റ് അല്ലെങ്കിൽ നിസ്സംഗ രക്ഷാ കർത്തൃത്വം. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കൺവേർജിങ് തിങ്കിങ്. ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ? സംഭജന ചിന്ത. ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണോ? ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്? ഡി ആണോ വരിക? ഓപ്ഷൻ 200 എന്താ ആൻസർ വരിക? 200 ഡിസ്ലെക്സി ആണ് കേട്ടോ. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി ബി 200 ആണ്. ബി ആണ് ആൻസർ. ഡിസ്ലെക്സി ആണ് കേട്ടോ. അങ്ങനെ 200 ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. ഈ 200ൽ 200 മാർക്ക് അടിച്ചോ? അല്ലെങ്കിൽ 50 മാർക്ക് ലാസ്റ്റ് 50 അടിച്ചോ?